ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു പുട്ടും കടലക്കറിയും ഉണ്ടാക്കി നോക്കിയാലോ. അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് പുട്ടുപൊടിയും കുറച്ച് തേങ്ങയും ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കുഴച്ച് വയ്ക്കാം. ഒരു അരമണിക്കൂറിന് ശേഷം നമുക്ക് പുട്ടുണ്ടാക്കാൻ നോക്കാം. പിന്നീട് അതിലേക്ക് ഒരു കടലക്കറി തയ്യാറാക്കാം. അതിനായി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് സവാള, തക്കാളി, പച്ചമുളക് എന്നിവ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. കടല കുതിർത്ത് വെച്ചതാണ്, അത് ചേർത്ത് കൊടുത്ത് ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് വലിയ ജീരകം എന്നിവ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു മുറി തേങ്ങയാണ് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു ബ്രൗൺ നിറമാകുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. പുട്ടുപൊടിയൊക്കെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട്. നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. കറി വേകുമ്പോഴേക്കും പുട്ടുണ്ടാക്കി വയ്ക്കുന്നതാണ്. നല്ല സ്മൂത്തായ ഒരു പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മാസ് വ്ലോഗ് കാണാത്തവരാണെങ്കിൽ എല്ലാവരും കണ്ടതിന് ശേഷം ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഈ അമ്മയുടെ ഒരു അപേക്ഷയാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിലേക്കൊരു വറവ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. കടുക്, ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കറിവേപ്പില, വറ്റൽമുളക് എന്നിവ ഇട്ട് ഒരു വറവ് തയ്യാറാക്കിയിട്ടുണ്ട്. കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം. നല്ലൊരു കടലക്കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടലക്കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് വറവിട്ട് കൊടുക്കാം. പുട്ടും കടലയും നല്ല കോമ്പിനേഷനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, ഇതേപോലെ ഒരു കടലക്കറി നിങ്ങളും തയ്യാറാക്കി നോക്കണേ. കടല മിക്സിയിലിട്ടൊന്ന് കുറച്ച് അരച്ചെടുത്തിട്ട് കറി വെച്ചാൽ നന്നായിരിക്കും.